Hi all, welcome to Lakshya School Plus. This is me Roshna, your economics faculty. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് റൂറൽ ഡെവലപ്മെന്റ് പാർട്ടായിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് റൂറൽ ഏരിയാസ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് ആരൊക്കെയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൂറൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചർ പ്രൊഡക്ഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നോൺ അഗ്രികൾച്ചർ സെക്ടർ, ബിക്കോസ് റൂറൽ ഏരിയാസിൽ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്. കൂടുതൽ അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിലും നോൺ അഗ്രികൾച്ചർ സെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഓവറോൾ ഡെവലപ്മെന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിന് നോൺ അഗ്രികൾച്ചർ സെക്ടറിന് ലോൺ ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മൾ കൊടുക്കുന്നത് രണ്ട് രീതിയിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ്. രണ്ട് രീതിയിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്ന് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് ത്രൂ കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് ത്രൂ കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ പേരിൽ തന്നെ അറിയാം, നമുക്ക് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ റൂറൽ സെക്ടേഴ്സിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇതിനൊക്കെയാണ് നമ്മൾ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മണി ലെൻഡേഴ്സ് വരുന്നുണ്ട്, റിലേറ്റീവ്സ് വരുന്നുണ്ട്, ട്രേഡേഴ്സിൻ്റെ അടുത്ത് അവർ കടം വാങ്ങിക്കുന്നുണ്ടാവും, കമ്മീഷൻ ഏജൻസ് വരുന്നുണ്ട്, ലാൻഡ് ലോഡ്സ് ഉണ്ട്. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇതാണ് മേജർ ട്രഡീഷണൽ സോഴ്സസ് ആയിട്ട് വരുന്നത്. പണ്ട് മുതലേ ഈ രീതിയിലാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് റൂറൽ സെക്ടർ അവെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഗവൺമെൻറ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ ഉണ്ട്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഉണ്ട്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്, റീജിയൻ റൂറൽ ബാങ്ക്സ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അത് ഓരോന്നോരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ മെമ്പേഴ്സ് തന്നെ ഒരു ഗ്രൂപ്പായി ചേർന്ന് അവരുടെ ഇടയിലുള്ള ക്രെഡിറ്റ് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ്, അതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് 30% ഓഫ് റൂറൽ ക്രെഡിറ്റ് പോകുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ റീസണബിൾ റേറ്റ് ആയിരിക്കും. മെമ്പേഴ്സ് തന്നെ പൈസ കളക്ട് ചെയ്ത് അത് അവരിൽ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ റീസണബിൾ റേറ്റ് ഇൻട്രസ്റ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അവരെ മണി ലെൻഡേഴ്സിന് രക്ഷപ്പെടുത്താൻ സഹായിക്കും. മണി ലെൻഡേഴ്സ് ഹ്യൂജ് ഇൻട്രസ്റ്റ് റേറ്റ് കവർ ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാ കൺട്രിയിലും എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ലോങ് ടേം ക്രെഡിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് മോർഗേജ് ആയിട്ട് ലാൻഡ് വെച്ചിട്ടാണ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ലോങ് ടേം ക്രെഡിറ്റ് ആണ്. അപ്പോൾ ലോങ് ടേം ക്രെഡിറ്റ് അവർ യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഇൻപുട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പെർപ്പസിന് വേണ്ടിയിട്ട്. ഇതിനൊക്കെയാണ് ലോങ് ടേം ക്രെഡിറ്റ് എന്ന് വെച്ചാൽ മോർ ദാൻ 1 ഇയറിലെ റീപേയ്മെന്റ് ടൈം കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് ആണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് കൊടുക്കുന്നത്. ഇതുകൂടാതെ നമ്മളെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ടല്ലോ, 1969 1980 നാഷണലൈസ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അവർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം, റൂറൽ ഏരിയാസിലെ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. അതിനുവേണ്ടി അവർ സ്മോൾ മീഡിയം ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനും കൂടി അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് മാർക്കറ്റ് ഫെസിലിറ്റീസും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്. റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി റൂറൽ ഏരിയാസിലേക്ക് അവരുടെ നീഡ്സിന് വേണ്ടി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്രെഡിറ്റ് സെക്ടറിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ റൂറൽ ഏരിയാസിൽ എല്ലാവർക്കും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ഫെസിലിറ്റീസ് ഇല്ലാത്ത ഏരിയാസിൽ അവരെന്ത് ചെയ്യും, ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ഫാമേഴ്സിനും അതുപോലെ നോൺ ഫാമേഴ്സിനും എന്ത് ചെയ്യും, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു അപ്പെക്സ് അതോറിറ്റിയാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ് 1979 ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഹെഡഡ് ബൈ ശ്രീ ബി ശിവരാമൻ. അപ്പോൾ അതിൻ്റെ ബേസിൽ, അവരുടെ റെക്കമെൻഡേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായത്, നബാർഡ് സെറ്റപ്പ് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കണം റൂറൽ സെക്ടറിന്.
മറ്റുള്ള ഫെസിലിറ്റീസും കൂടി മറ്റുള്ള ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ബാക്കിയുള്ള ലോൺസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ റൂറൽ ഏരിയാസിലുള്ള ലോണും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അതല്ലാതെ റൂറൽ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് അതിന് കമ്മിറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ വേണമെന്നാണ് അവർ പറഞ്ഞത്. പോസ്റ്റ്ഫുൾ ഡയറക്ഷൻ, പോയിന്റഡ് ഫോക്കസ് ഓൺ ക്രെഡിറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, എല്ലാം റൂറൽ ഡെവലപ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള റെക്കമെൻഡേഷൻ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പാർലമെന്റിന്റെ ഒരു ആക്ട് പാസ് ചെയ്തു 1981. അതിലാണ് നമ്മൾ നബാർഡ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ നബാർഡ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം. ഇതൊരു അപ്പെക്സ് ഫിനാൻസിങ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനും കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. അതേപോലെ തന്നെ മെഷേഴ്സ് എടുക്കുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്, മോണിറ്ററിങ്, റീഹാബിറ്റേഷൻ സ്കീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് റീസ്ട്രക്ചറിങ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് പ്രൊഫഷണൽസിന് ട്രെയിനിങ് കൊടുക്കുന്നത് വെച്ചാൽ ആ ഏരിയയിലെ എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നതും ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ നബാർഡാണ്. അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആരൊക്കെയാണ് റൂറൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് ഇന്ന സെക്ടറിലാണ് കൂടുതൽ വേണ്ടതെന്നുള്ള ഡയറക്ഷൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ഈ രീതിയിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഡയറക്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റായിട്ട് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്, RBI എല്ലാവരുമായിട്ടും ഒരു റിലേഷൻ കീപ്പ് ചെയ്തിട്ട് അതൊരു പോളിസി ഫോർമുലേഷൻ്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരാണ് റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം റൂറൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ, ആൾക്കാർക്ക് എന്തൊക്കെയാണ് നീഡ്സ് എന്ന് മനസ്സിലാക്കി അത് ഗവൺമെൻറ്റിലേക്ക് ആ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്തിട്ട് പോളിസി ഫോർമുലേഷൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റീഫിനാൻസിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ സെക്ടറിൽ ഫിനാൻസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻസിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ചെക്ക് ചെയ്യുന്നുണ്ട് അവരുടെ പ്രവർത്തികൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണോ. പിന്നെ റെഗുലേഷൻസ് നടത്തുന്നുണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റൂറൽ അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന്. അതുപോലെ തന്നെ ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRB, ഇതിനൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. റീജിയൻ, റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് സെക്ടർ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയുള്ള റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് വരുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി പോലെ വർക്ക് ചെയ്യുന്നതാണ്. 10 to 20 പീപ്പിൾ ആയിരിക്കും. അത് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ഡ് ഗ്രൂപ്പ് പ്രിഫർ ചെയ്യുന്നില്ല. ഐദർ വുമൺ ഓർ മെൻ ആയിട്ടുള്ള 10 to 20 പീപ്പിൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് അവരെല്ലാവരും എന്ത് ചെയ്യും, സ്മോൾ സേവിങ്സ് വെച്ചിട്ട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കും. കുറച്ച് മന്ത്സ് അവർ സേവ് ചെയ്യും. എന്നിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള പണം ഉണ്ടാകുന്നത് വരെ അവർ സേവ് ചെയ്യും. എന്നുവെച്ചാൽ ഓരോ മന്തിലും ചിലപ്പം ഒരാൾ 500 rupees വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ 10 പേര്, അങ്ങനെ ചിലപ്പോൾ ഒരു 10 months 12 months അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് ഉണ്ടാവും. ഈ എമൗണ്ട് അവർ എന്ത് ചെയ്യും, മെമ്പേഴ്സിന് തന്നെ കൊടുക്കും. ഈ 10 to 20 പീപ്പിളിന് തന്നെ, അല്ലെങ്കിൽ അതേഴ്സ് വില്ലേജിലെ ആവശ്യം ആരൊക്കെയാണോ ആവശ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മണി കളക്ട് ചെയ്യുന്ന അവർ തന്നെയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മെനി SHGS ആർ ലിങ്ക് ടു ബാങ്ക്സ് ഫോർ ദ ഡെലിവറി ഓഫ് മൈക്രോ ക്രെഡിറ്റ്. അതുപോലെ തന്നെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അവർ സേവ് ചെയ്ത് ബാങ്കിലേക്ക് ഇടുന്നു. അവിടുന്ന് ആ ത്രൂവും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഏരിയ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇല്ല, അവരുടെ കയ്യിൽ ഫിനാൻസ് ഇല്ലാത്തതാണ് അവരുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് അവരെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവരുടെ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി അവർക്ക് യൂസ് ചെയ്യാനും, അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അങ്ങനെയെങ്കിലും അവർക്ക് അപ്ലിഫ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ്റും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസും ത്രൂ എങ്ങനെയൊക്കെയാണ് അവർക്ക് ക്രെഡിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിന്ന് മനസ്സിലാക്കി. താങ്ക് യു.